ഹലോ നമസ്കാരം. എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ലോക ആയുർവേദ കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് ലോക ആയുർവേദ കോൺഗ്രസ്? അപ്പൊ നമുക്ക് എന്തെല്ലാം വസ്തുതകളാണ് ആവശ്യമെന്ന് നോക്കാം. ക്ലാസ്സിലേക്ക് കിടക്കാം. ലോക ആയുർവേദ കോൺഗ്രസ് 10ാമത് ലോക ആയുർവേദ കോൺഗ്രസിന്റെ വേദി ഡെറാഡൂൺ, ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ്. എത്രാമത്തെയാണ്? 10ാമത്തെയാണ്. 10ാമത് ലോക ആയുർവേദ കോൺഗ്രസിന്റെ വേദിയായിരിക്കുകയാണ് നമ്മുടെ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ. ഈ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത് ഡിജിറ്റൽ ആരോഗ്യം ആയുർവേദത്തിന്റെ കാഴ്ചപ്പാടിൽ. അപ്പോൾ എല്ലാം ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആയുർവേദം ഒന്ന് ഡിജിറ്റലാകാൻ തീരുമാനിച്ചു. ഡിജിറ്റൽ ആരോഗ്യം ആയുർവേദത്തിന്റെ കാഴ്ചപ്പാടിൽ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആധുനിക സാങ്കേതിക വിദ്യയെ ആയുർവേദ ഗവേഷണങ്ങളിലും മരുന്ന് നിർമ്മാണത്തിലും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് സമ്മേളനം വേദിയാകും. അപ്പോൾ നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യ ആയുർവേദ ഗവേഷണത്തിനും നിർമ്മാണത്തിനും എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നത് ഈ സമ്മേളനത്തിന്റെ ചർച്ചയുടെ ഭാഗമാണ്. കേന്ദ്ര ആയുഷ് വകുപ്പ് മന്ത്രി പ്രതാപ് റാവു ആണ്. ഇതൊക്കെ പത്രത്തിൽ വന്ന ഡീറ്റെയിൽസ് ആണ്. കേന്ദ്ര ആയുഷ് വകുപ്പ് മന്ത്രിയാണ് പ്രതാപ് റാവു. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ്. പുഷ്കർ സിംഗ് ധാമിയാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി. വിജ്ഞാൻ ഭാരതിക്ക് കീഴിലുള്ള ലോക ആയുർവേദ ഫൗണ്ടേഷനാണ് സംഘാടകർ. അപ്പൊ നമ്മുടെ ലോക ആയുർവേദ കോൺഗ്രസിന്റെ സംഘാടകരാരാണ്? വിജ്ഞാൻ ഭാരതിക്ക് കീഴിലുള്ള ലോക ആയുർവേദ ഫൗണ്ടേഷൻ ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ വിജ്ഞാൻ ഭാരതിയുടെ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ ശേഖർ മാൻഡേ. ആരാണ്? ഡോക്ടർ ശേഖർ മാൻഡേ ആണ് വിജ്ഞാൻ ഭാരതിയുടെ നിലവിലെ പ്രസിഡന്റ്. അപ്പോൾ ഇതിൽ നമ്മൾ 3 നിയമനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ആയുഷ് വകുപ്പ് മന്ത്രിയാണ് പ്രതാപ് റാവു, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി, വിജ്ഞാൻ ഭാരതി പ്രസിഡന്റ് ഡോക്ടർ ശേഖർ മാൻഡേ. 10ാമത് ലോക ആയുർവേദ കോൺഗ്രസിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 54 ആണ്. 54 രാജ്യങ്ങളാണ് 10ാമത് ലോക ആയുർവേദ കോൺഗ്രസിൽ പങ്കെടുക്കുന്നത്. ആതിഥേയരായ ഉത്തരാഖണ്ഡിനെ കൂടാതെ ഗുജറാത്ത്, ഗോവ, മധ്യപ്രദേശ്, കേരളം, മഹാരാഷ്ട്ര, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളും സമ്മേളനത്തിന്റെ പങ്കാളികളാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ഈ സമ്മേളനത്തിന്റെ പങ്കാളികളാണ്. മാന്ത്രിക താളം നിലച്ചു. അപ്പൊ നമ്മുടെ പ്രശസ്തനായ തബലിസ്റ്റ് ഉസ്താദ് സക്കീർ ഹുസൈൻ അന്തരിച്ചിരിക്കുകയാണ്. ലോക പ്രശസ്ത തബല മാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈൻ അന്തരിച്ചു. 4 തവണ ഗ്രാമി അവാർഡ് നേടിയ സർഗ പ്രതിഭയാണ് നമ്മുടെ ഉസ്താദ് സക്കീർ ഹുസൈൻ. എത്ര തവണയാണ്? 4 തവണ. 4 തവണ ഗ്രാമി അവാർഡ് നേടിയ സർഗ പ്രതിഭയാണ് നമ്മുടെ ഉസ്താദ് സക്കീർ ഹുസൈൻ. രാജ്യം പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട്. ഏതെല്ലാം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്? പത്മഭൂഷൺ, പത്മവിഭൂഷൺ, പത്മശ്രീ. നമ്മുടെ ഭാരതരത്ന ഒഴിച്ചുള്ള എല്ലാ ബഹുമതികളും നമ്മുടെ രാജ്യം നൽകി ആദരിച്ച വ്യക്തിയാണ് ഉസ്താദ് സക്കീർ ഹുസൈൻ. 1951 മുംബൈയിലാണ് സക്കീർ ഹുസൈന്റെ ജനനം. തബല വിദ്വാനായിരുന്ന പിതാവ് ഉസ്താദ് അല്ലാ രാഖ ഖാൻ. ആരാണ്? നമ്മുടെ തബല വിദ്വാനായിരുന്ന ഉസ്താദ് അല്ലാ രാഖ ഖാന്റെ മകനാണ് നമ്മുടെ ഉസ്താദ് സക്കീർ ഹുസൈൻ. അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്നാണ് സംഗീത ലോകത്തേക്ക് സക്കീർ ഹുസൈൻ എത്തുന്നത്. ഐതിഹാസിക പോപ്പ് ബ്രാൻഡായ ദി ബീറ്റിൽസ് ഉൾപ്പെടെ നിരവധി പാശ്ചാത്യ സംഗീത വേദികളുമായി സഹകരിച്ച് പ്രവർത്തിച്ചു. ഏതാണ്? ദി ബീറ്റിൽസ്. ദി ബീറ്റിൽസ് ഒന്ന് ഓർത്തിരിക്കുക. നമ്മുടെ സക്കീർ ഹുസൈൻ പ്രവർത്തിച്ച ഒരു പോപ്പ് ബാൻഡാണ് ദ ബീറ്റിൽസ്. ദ ബീറ്റിൽസിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. മാൻഡോ, മിസ്റ്റർ ആൻഡ് മിസ്സിസ് അയ്യർ എന്നിവയുൾപ്പെടെ ഏതാനും സിനിമകൾക്ക് സംഗീതവും നൽകിയിട്ടുണ്ട്. മോഹൻലാൽ ചിത്രമായ വാനപ്രസ്ഥത്തിന്റെ സംഗീത സംവിധായകനായിരുന്നു. ഏതാണ്? വാനപ്രസ്ഥം. വാനപ്രസ്ഥത്തിന്റെ സംഗീത സംവിധായകൻ കൂടിയായിരുന്നു നമ്മുടെ സക്കീർ ഹുസൈൻ. സെയ്ദ് മുഷ്താഖ് അലി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ മധ്യപ്രദേശിനെ തോൽപ്പിച്ച് മുംബൈ കിരീടം നേടി. അപ്പോൾ റണ്ണറപ്പായത് മധ്യപ്രദേശാണ്, കിരീടം നേടിയത് മുംബൈ ആണ്. സെയ്ദ് മുഷ്താഖ് അലി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ്. അപ്പോൾ ചോദ്യം വരാം, സെയ്ദ് മുഷ്താഖ് അലി ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ക്രിക്കറ്റ് ആണ്. സെയ്ദ് മുഷ്താഖ് അലി ട്രോഫി നൽകുന്നത് ക്രിക്കറ്റിനാണ്. ഇത്തവണത്തെ വിജയി മുംബൈ ആണ്. റണ്ണറപ്പ് ആയത്
മധ്യപ്രദേശ് ആണ്. സുയാംഷ് ആണ് പ്ലെയർ ഓഫ് ദി മാച്ച്. പ്ലെയർ ഓഫ് ദി മാച്ച് ആയത് നമ്മുടെ സുയാംഷ് ആണ്. രഹാനാണ് പ്ലെയർ ഓഫ് ദി സീരീസ്. പ്ലെയർ ഓഫ് ദി സീരീസ് ആയത് രഹാനയാണ് പ്ലെയർ ഓഫ് ദി സീരീസ് ആയത്. സസ്യങ്ങളുടെ വിജ്ഞാനകോശം തുളസി ഗൗഡ അന്തരിച്ചു. എന്താണ്? സസ്യങ്ങളുടെ വിജ്ഞാനകോശം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് തുളസി ഗൗഡ. തുളസി ഗൗഡ അടുത്തിടെ അന്തരിച്ചു. പ്രകൃതി സംരക്ഷണത്തിനായി ജീവിതം ഉഴിഞ്ഞുവെച്ച പത്മശ്രീ ജേതാവാണ് തുളസി ഗൗഡ. എന്താണ്? പ്രകൃതി സംരക്ഷണത്തിനായി ജീവിതം ഉഴിഞ്ഞുവെച്ച പത്മശ്രീ ജേതാവ് കൂടിയായ തുളസി ഗൗഡ അന്തരിച്ചു. സസ്യങ്ങളുടെ വിജ്ഞാനകോശം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് തുളസി ഗൗഡ. എന്തെന്നറിയപ്പെടുന്നു? സസ്യങ്ങളുടെ വിജ്ഞാനകോശം. അപ്പോൾ ഇതാണ് നമ്മുടെ തുളസി ഗൗഡ, സസ്യങ്ങളുടെ വിജ്ഞാനകോശം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. തുളസി ഗൗഡ അങ്കോളയിലും പരിസരത്തും ആയിരക്കണക്കിന് മരങ്ങൾ നട്ടുപിടിപ്പിച്ചതിലൂടെയാണ് ആദ്യകാലത്ത് പ്രകൃതി സ്നേഹത്തിന്റെ മുഖമായി മാറുന്നത്. എവിടെയാണ്? അങ്കോളയിലും പരിസരത്തും ആയിരക്കണക്കിന് മരങ്ങളാണ് നമ്മുടെ തുളസി ഗൗഡ വച്ചു പിടിപ്പിച്ചത്. തുളസി ഗൗഡയ്ക്ക് പത്മശ്രീ നൽകിയത് 2020 ഓർക്കുക, ഈ വർഷങ്ങളൊന്നും മറക്കാതിരിക്കുക. 2020 തുളസി ഗൗഡയ്ക്ക് പത്മശ്രീ ലഭിച്ചത്. കഴിഞ്ഞ 6 പതിറ്റാണ്ടായി ഇവർ 40,000-ൽ പരം വൃക്ഷത്തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. ഒന്നും രണ്ടുമല്ല, എത്രയാണ്? 40,000-ത്തിലധികം വൃക്ഷത്തൈകളാണ് നമ്മുടെ തുളസി ഗൗഡ വച്ചു പിടിപ്പിച്ചത്. മറ്റു ചില ആനുകാലിക വാർത്തകളിലേക്ക് കടക്കാം. പായൽ കമ്പാടിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് 30ാമത് ക്രിട്ടിക്സ് ചോയ്സ് അവാർഡിൽ മികച്ച വിദേശ ഭാഷാ ചിത്രമായി നോമിനേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ചോദ്യം വരാം, 30ാമത് ക്രിട്ടിക്സ് ചോയ്സ് അവാർഡിൽ മികച്ച വിദേശ ഭാഷാ ചിത്രമായി നോമിനേറ്റ് ചെയ്യപ്പെട്ട സിനിമ ഏതാണ്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ആരാണ് സംവിധായിക? പായൽ കപാഡിയ. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ഫ്രാൻസ ബൈറു. ആരാണ്? ഫ്രാൻസ ബൈറു. നമുക്ക് പഠിക്കാൻ, നമ്മൾ PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയെ ഫ്രാൻസായി തന്നെ തിരഞ്ഞെടുത്തു, ഫ്രാൻസ ബൈറു. അപ്പൊ നമ്മൾ ഇനി മറക്കരുത്, ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയാണ് ഫ്രാൻസ ബൈറു എന്നുകൂടി ഓർക്കുക. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആരാണ്? നമ്മുടെ ഇമ്മാനുവൽ മാക്രോൺ ആണ് ഫ്രാൻസിന്റെ പ്രസിഡന്റ്. പ്രസിഡന്റും പ്രധാനമന്ത്രിയും തമ്മിൽ തിരിഞ്ഞു പോകരുത്. പ്രധാനമന്ത്രിയാണ് ഫ്രാൻസ ബൈറു. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇപ്പോഴും ഇമ്മാനുവൽ മാക്രോൺ തന്നെയാണ്. ജോർജിയയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഫുട്ബോൾ താരമാണ് മിഖെയിൽ കവലഷ്വിലി. ആരാണ്? മിഖെയിൽ കവലഷ്വിലിയാണ് ജോർജിയയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഫുട്ബോൾ താരം. മാഞ്ചസ്റ്റർ സിറ്റിയുടെ കളിക്കാരനായിരുന്നു നമ്മുടെ മിഖെയിൽ കവലഷ്വിലി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അല്ലെങ്കിൽ ICMR ആദ്യത്തെ ഡയബറ്റിക്സ് ബയോബാങ്ക് സ്ഥാപിക്കുന്നത് എവിടെ? ആദ്യത്തെ ഡയബറ്റിക്സ് ബയോബാങ്ക് നമ്മുടെ പ്രമേഹ രോഗികൾക്കൊക്കെ വളരെ ഉപയോഗമുള്ള ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ആദ്യത്തെ ഡയബറ്റിക് ബയോബാങ്ക് സ്ഥാപിക്കുന്നത് ചെന്നൈയിലാണ്. എവിടെയാണ്? ചെന്നൈയിലാണ്. പ്രശസ്ത പ്രമേഹ ചികിത്സകനും മലയാളിയുമായ ഡോക്ടർ വി മോഹനന്റെ നേതൃത്വത്തിൽ മദ്രാസ് ഡയബറ്റിക് റിസർച്ച് ഫൗണ്ടേഷനിലാണ് ഇത് ആരംഭിക്കുന്നത്. എവിടെയാണ്? മദ്രാസ് ഡയബറ്റിക്സ് റിസർച്ച് ഫൗണ്ടേഷനിലാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ആദ്യത്തെ ഡയബറ്റിക്സ് ബയോബാങ്ക് സ്ഥാപിക്കുന്നത് ചെന്നൈയിലാണ്. ലോകത്തിലെ ഏറ്റവും കനം കുറഞ്ഞ വാച്ച് ഒക്ടോഫിനിസിമോ അൾട്രാ SOS. എന്താണ്? ഒക്ടോഫിനിസിമോ അൾട്രാ SOS. നിർമ്മാതാക്കൾ ഇറ്റാലിയൻ കമ്പനിയായ ബുൾഗറിയാണ്. ഇതിന്റെ കനം എന്ന് പറയുന്നത് 1.7 മില്ലിമീറ്റർ ആണ്. 1 സെന്റിമീറ്റർ കൂടിയല്ല, 1.7 മില്ലിമീറ്റർ മാത്രം കനമുള്ള ലോകത്തിലെ ഏറ്റവും കനം കുറഞ്ഞ വാച്ച്. കനമാണ്, നീളമല്ല. നീളമുണ്ടെങ്കിലേ നമുക്കത് വാച്ചായിട്ട് ഉപയോഗിക്കാൻ പറ്റൂ. ഇത് കനമാണ്. ലോകത്തിലെ ഏറ്റവും കനം കുറഞ്ഞ വാച്ചാണ്
ഒക്ടോ ഫിനിസിമോ അൾട്രാ SOS ഇത് നിർമ്മിച്ചത് ഇറ്റാലിയൻ കമ്പനിയായ ബുൾഗറിയാണ്. ഇതിന്റെ കനം വരുന്നത് 1.7 മില്ലിമീറ്റർ ആണ്. അപ്പൊ അടുത്ത നമ്മുടെ സെഗ്മെന്റ് ആരാണ്, എന്താണ് സെഗ്മെന്റ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു? അൽബുക്കർക്കാണ്. അടുത്തത് ഒരു കമ്മിറ്റിയെ പറ്റിയാണ്. നമ്മുടെ പഞ്ചായത്ത് രാജുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയാണ്. നോക്കാം. ദ്വിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണിത്. പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നിർദ്ദേശിച്ചു. ജില്ലാ പരിഷത്തിന് ജില്ലാതല ആസൂത്രണ ചുമതല. മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതല. അപ്പോൾ ഏതാണ് ഈ കമ്മിറ്റി എന്ന് എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്